ഹലോ. ഹലോ. ആ, ഇതാരാ? ആരാന്ന് ചോദിച്ചാ അത് മേഡം അത് പറഞ്ഞാ മനസ്സിലാവൂല. ഞാന് നാട്ടിൽ നിന്നാ വിളിക്കുന്നത്, കേരളത്തിൽ നിന്ന്. ആ, അല്ല, ഇതാരാ നമ്പർ തന്നെ? നമ്പർ എൻ്റെ ഒരു കൂട്ടുകാരൻ തന്നതാണ്. ആ, ആ. ഉം. അല്ല, എന്തിനാ വിളിച്ചേ? വിളിച്ചത് അവൻ പറഞ്ഞ നിങ്ങളുടെ കാര്യം പറഞ്ഞാല് മതിയെന്നാ പറഞ്ഞ. നമ്മള് ഒന്ന് ഒരു സന്തോഷത്തിന് വേണ്ടി ഒന്ന്, ശരിക്കും പറഞ്ഞാൽ ഒരു അർമാദിക്കാൻ വേണ്ടി ഒന്ന് അങ്ങോട്ട് സ്ഥലങ്ങൾ കാണാനൊക്കെ ആയിട്ട് അങ്ങോട്ട് വരുന്നുണ്ട്, കോയമ്പത്തൂരേക്ക്. ആ, അപ്പോ നമുക്ക് താമസിക്കാനുള്ള റൂമും വേണം. പിന്നെ അറിയാലോ, കുറച്ച് ആ, കാര്യങ്ങള് വേണം നമുക്ക്. മനസ്സിലായില്ലേ? സന്തോഷിച്ച ഒരു ആ, മനസ്സിലായി. സ്ഥലങ്ങൾ കാണല് മാത്രമല്ല. ഉം. മനസ്സിലായല്ലോ. അപ്പൊ നിങ്ങൾ വിചാരിച്ചാൽ അവിടെ റൂം സെറ്റാക്കി തരാൻ പറ്റും, നമുക്ക് താമസിക്കാനും. ആ, റൂമൊക്കെ ഇവിടെ സെറ്റാക്കാം. അതിന്റെ കൂടെ പിന്നെ 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 ഞാൻ പറഞ്ഞല്ലോ, അതായത് ആ, മനസ്സിലായി. കാര്യം മനസ്സിലായി പരിങ്ങല് കണ്ടപ്പോ. അല്ല, ആരാ വേണമെന്നാ? അതായത് നമ്മളൊരു 3 പേരുണ്ട്. ഓ, അപ്പൊ 3 ഒരുമിച്ച് താമസിക്കാനും പറ്റണം. പിന്നെ നല്ല ഒരുമിച്ച് പച്ചക്ക് പറഞ്ഞാല് എല്ലാം ചെയ്യാൻ പറ്റിയ, എന്നുവെച്ചാൽ കളിക്കാൻ കൂടെ നിൽക്കാൻ പറ്റിയ 2 3 നല്ല കിളികളെ പോലുള്ള കുട്ടികൾ വേണം, പിള്ളേര്. ആ. അല്ല, അപ്പൊ ഞാൻ പോരെ? എന്നെ പറ്റൂല? നിങ്ങള് അതിന് ഉള്ള ആളാണോന്നും അറിയില്ല. നിങ്ങളെ വിളിക്കാനേ പറഞ്ഞത്. ഞാനേ എല്ലാത്തിനും പറ്റുന്നീനാണ്. ചെറിയ പിള്ളേരെന്നെ വേണമെന്ന് പറഞ്ഞാല് അല്ല, ഇപ്പൊ നിങ്ങളെങ്ങനെയാന്ന് നമുക്ക് അല്ല, ഇഷ്ടപ്പെടാൻ. ഞാനും എല്ലാം ചെയ്തു തരും. നിങ്ങൾക്ക് എന്നാ വേണ്ടതെന്ന് ചോദിച്ചാല് എല്ലാം ചെയ്യും. നമ്മള് 3 പേരുണ്ടാവും, അതാണ്. അല്ല, ഈ 3 ഒരാള് പോരാല്ലേ? ഒരാള് പോരെ? അത് മതിയാവോ? അല്ല, ഞാനാവുമ്പോ ഒരാള് മതി. നിങ്ങളെ വയസ്സൊന്നും അറിയില്ല, പ്രായം എങ്ങനെയാ ഉള്ള ആളാണോ? ഓ, നീ എന്നെ കണ്ടിട്ടില്ലല്ലോ അല്ലേ? ഇല്ല. അല്ല, അത്ര പ്രായമൊന്നുമില്ല, എന്നാലും ചെറുതല്ല. എന്നാലും ഒരു നമുക്ക് കാര്യങ്ങളൊക്കെ. ചെറിയ പിള്ളേരെക്കാളും നല്ലത് കുറച്ച് പ്രായമുള്ളവർ തന്നെയാണ്. അവരാകുമ്പോ എല്ലാം കണ്ടറിഞ്ഞ് ചെയ്തു തരും. അതുപോലെ എനിക്ക്. അല്ല, അത് മതി. എന്നാലും എത്ര ഏജ് ഉണ്ടാവും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാ. അല്ല, നിങ്ങൾക്ക് എത്ര പ്രായമുണ്ട്? നമ്മൾ എല്ലാരും ഒരു 30 വയസ്സിന് താഴെയുള്ള ആൾക്കാരാ. ആണല്ലേ? നമുക്കൊരു 10 35 അങ്ങനെ വയസ്സുണ്ട്. എന്തേ? അത് തോന്നുമോ? തോന്നൊന്നുമില്ല, കാണാൻ തോന്നൂല, വയസ്സുണ്ടെന്നേ ഉള്ളൂ. അത് പിന്നെ അഥവാ നിങ്ങള് പറ്റൂല എന്ന് പറയുന്നില്ല, വേറെ ആരെങ്കിലും വേണമെന്ന് വെച്ചാൽ നിങ്ങള് ശരിയാക്കി തരൂലേ അതിന് ശേഷവും? പറ്റൂലെന്ന് കണ്ടാല് ഞാൻ വേണ്ടെങ്കിലും നോക്കാം. അല്ല, ഈ പ്രായമുള്ളവര് ചെയ്യുന്നതിനെ കൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഈ പ്രായത്തിലൊന്നുമല്ല ഇത്. അല്ല, അതല്ല, നമുക്ക് നമ്മുടെ മനസ്സിന്റെ സന്തോഷമാണല്ലോ എല്ലാം. നല്ല കിളുന്ത് പോലത്തെ പിള്ളേര് വേണമല്ലേ? അല്ല, ഈ ചെറിയ പിള്ളേര് വേണോന്ന്. അധികം ചെറുതല്ല, ഞാൻ ഉദ്ദേശിച്ചൊരു 20 22 25 വയസ്സിനുള്ളിലൊക്കെ ആകുമ്പോൾ നമ്മളൊരു പ്രായമായിട്ട് മാച്ചാവൂല്ലോ, കളിക്കുമ്പോ അങ്ങനെയാണല്ലോ. അപ്പൊ ഇങ്ങക്ക് അങ്ങനെയുള്ളവരെ പറ്റൂ? അങ്ങനെയല്ല, മേഡത്തിന്
അങ്ങനെയുണ്ട് മേഡത്തിന്റെ താല്പര്യം. അല്ല, ഒരാൾക്ക് ഞാൻ പോരെ? ആ കുഴപ്പമില്ല. ഇനിയിപ്പോ മൂന്നാൾക്കും മേഡായാലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ അന്നേരം എങ്ങനെ മാനേജ് ചെയ്യുന്ന കൂടി ഉള്ളതാണ്. ഉം. അല്ല, മൂന്നാൾക്കും മാനേജ് ചെയ്യാന്ന് പറഞ്ഞാൽ കുറച്ച് പണിയാണ്, റിസ്ക് ആണ്. ഉം. ഏഹ് ഒരാള് കുഴപ്പമില്ല. ഒരാള് ഇപ്പൊ ചേച്ചിന്ന് വിളിക്കാറ, ചേച്ചി ആയിക്കോട്ടെ. ഓ, ചേച്ചിന്ന് വിളിച്ചോ. ഉം. അപ്പൊ അപ്പൊ ഇത് വേറെ രണ്ടാളെ കൂടി ഇങ്ങക്ക് വേണമല്ലേ? ആ അന്നേരം നമുക്കിങ്ങനെ കളിക്കുമ്പോ മാറി ഒരു ദിവസം ഒരാളൊരാൾക്ക് മാറി മാറി കളിക്കാലോ അല്ലേ. ഓ, 2-3 ദിവസം കൂടെ ഉണ്ടാവണം. അതെയോ? അപ്പൊ നിങ്ങള് എപ്പോഴാ വരുന്നത്? വരുന്നത് മറ്റന്നാള് വരാനാണ് നമ്മള്. നിങ്ങളെ വിളിച്ച നമുക്ക് താമസിക്കേണ്ട സൗകര്യവും പിന്നെ ഫുഡൊക്കെ അവിടെ തന്നെ ഉണ്ടാവുമോ? ആ, ഫുഡൊക്കെ അവിടെ തന്നെ ഉണ്ട്. അവിടെ കാണുമോ? ആ, അപ്പൊ അതെല്ലാം കൂടി സെറ്റായാലും അങ്ങോട്ട് പുറപ്പെടാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പൊ കുറച്ച് കാശ് കരുതിക്കോട്ടാ. അങ്ങനെ കാശിനെ പറ്റി പേടിക്കണ്ട. അതെയോ? നമ്മള് കാശിന്റെ അല്ല നമ്മൾ നോക്കുന്നത്. നമുക്ക് മാക്സിമം ഒന്ന് അർമാദിച്ച് വരണമെങ്കിൽ ഇത് വരുന്നതാണ്. ആ. എന്നിട്ട് ഒരുപാട് അതൊക്കെ കാശ് പറ്റും. പറയുകയും ചെയ്തു നമുക്ക് ഒതുങ്ങണം. അല്ല, കൊച്ചു പെമ്പിള്ളേരാകുമ്പോ കുറച്ച് റേറ്റ് കൂടുവോ അറിയില്ല കേട്ടാ. അത് എന്നാലും അധികമൊന്നുമല്ലോ. അതായത് എന്താ നമ്മളൊപ്പം കളിക്കണം നന്നായിട്ട്. നിങ്ങൾക്ക് എന്തെല്ലാം ചെയ്യേണ്ടത് അതെല്ലാം ചെയ്തു തരും. എന്റെ കൈയാണേ. അപ്പൊ അതിന് പറ്റിയ ആൾക്കാരെ ചേച്ചി ആക്കി തരണം. നമുക്ക് അവിടെ വന്നിട്ട് വേറെ സെലക്ട് ചെയ്യാനൊന്നും പറ്റില്ലല്ലോ. അതല്ലേ ചോദിച്ച് പറഞ്ഞ മലയാളികളാണോ അല്ലെങ്കിൽ വേറെ ഭാഷക്കാരാണോ? മലയാളികളും ഉണ്ട്, വേറെയും ഉണ്ട്. നിങ്ങൾക്ക് ഏതാ താല്പര്യം എന്ന് ചോദിച്ചാല് പറയുമ്പോ മലയാളിയിലേ പറയുള്ളൂ. പക്ഷെ കാണാൻ നല്ല ഭംഗിയുണ്ടാവും. അത് ആരായിരിക്കും നല്ല? പുറത്തുള്ളവരായിരിക്കും കുറച്ച്. എന്നാ പിന്നെ നിങ്ങള് ഫോട്ടോസ് ഉണ്ടാവുമല്ലോ. ഞാൻ കുറച്ച് ഫോട്ടോസ് അയച്ചു തരാം. എന്റെ ഈ നമ്പറിൽ വാട്സാപ്പ് ഉണ്ട്. കുറച്ച് ഫോട്ടോസ് അയച്ചു തരാം. നിങ്ങളത് സെലക്ട് ചെയ്തു. എന്നിട്ട് അപ്പൊ ഞാൻ സെറ്റാക്കി തരാം. അപ്പൊ അന്നേരം അവർക്ക് കൊടുക്കേണ്ട പൈസയും കൂടി ഒന്ന് അതിൽ ഇടാൻ പറ്റുമോ? ഓരോരുത്തരെ നമുക്കൊരു കണക്കൂട്ടി വരാമല്ലോ. എന്റെ പൈസ പിന്നെ ഞാൻ പറഞ്ഞോളാം. അതെ, നിങ്ങളത് പിന്നെ പറയാ. നിങ്ങളെ ഒന്നും തെറ്റടിക്കണ്ട. നിങ്ങളെ ഫോട്ടോസും കൂടി അയക്കുമോ? അയക്കാലോ. അയക്കുമ്പോൾ കുറച്ച് നല്ല ഫോട്ടോസ് അയച്ചോ കേട്ടോ, കാണാനൊക്കെ. പിന്നെ മറ്റേ അപ്പൊ നിങ്ങള് 3 പേരെയും നമുക്ക് കാണണ്ടേ? നമ്മളീ കാണണ പിന്നെ പൈസയും കൊണ്ട് വരുന്ന ആൾക്കാരാണല്ലോ. അല്ല, എന്നാലും പൈസയല്ലല്ലോ മുഖ്യം. നിങ്ങൾ പറഞ്ഞ പോലെ കാണാനും ഇച്ചിരി. നമ്മളെല്ലാം നല്ല അടിപൊളി ഗ്ലാമറുള്ള പയ്യന്മാരാ. അല്ല, നിങ്ങൾ പറഞ്ഞാ പോരല്ലോ, നമുക്കും കാണണ്ടേ. അത് കുഴപ്പമില്ല. ഞാനും ഫോട്ടോസ് അയച്ചു തരാം. നമ്മളെ 3 പേരുടെ. അല്ല, പിള്ളേരും പറയില്ലേ നമുക്കും ഫോട്ടോസ് കാണണോ. അവര് അങ്ങനെ ഇങ്ങനെ ഇതായിട്ടൊന്നും പോകുന്നവരല്ല ആരും. സെലക്റ്റഡ് ആയിട്ട് പോന്നെ. അങ്ങനെ അങ്ങനെയുള്ള ആൾക്കാരെ നമുക്ക് വേണ്ട. എന്നാലേ ഒരുമിച്ച് കളിക്കാനൊരു തൃപ്തി ഉണ്ടാവും. അവര് അതിനാണ് കുറച്ച് റേറ്റ് എല്ലാം കൂട്ടി പറയുന്നത്. അവര് നിങ്ങളെന്നാ പറയുന്നത് അതെല്ലാം ചെയ്തു തരും. നമ്മള് അവിടുന്ന് എവിടെയെങ്കിലും സ്ഥലമൊക്കെ കാണാൻ പോകുമ്പോ കൂടെ വരുമോ നമ്മളെ കൂടെ വണ്ടി? മറ്റുള്ള ചെലവുകൾ നമ്മൾ എടുത്തോളൂ. വരാലോ. പക്ഷെങ്കില് അത് അവരോട് ചോദിച്ചു നോക്കട്ടെ. അങ്ങനെ പോകാറുണ്ടോ? ഞാനും പോകാറുണ്ട്. അങ്ങനെയായിരുന്നെങ്കിൽ ഉപകാരമായിരുന്നു. പക്ഷെ ചെലവ് മൊത്തം നിങ്ങളതാണേ. ഭക്ഷണവും ഇതൊക്കെ തന്നെയല്ല, അതൊക്കെ നമ്മൾ തന്നാ മതി. നമുക്ക് വേറെ എവിടെയെങ്കിലും താമസിക്കണമെന്നുണ്ടെങ്കിൽ അവിടെ താമസിക്കാലോ. താമസിക്കുന്നതിനും അന്നേരം അപ്പൊ പിന്നെ കുറച്ച് ആടുന്ന് റേറ്റ് കൂടും കേട്ടോ.
അങ്ങനെ അങ്ങനെ പോകുന്ന സ്ഥലത്തെല്ലാം ഇത് വേണമെന്ന് ചോദിച്ചാല് അതിനുള്ള റേറ്റ് നിങ്ങൾ കൊടുക്കണം. എന്തിനാ ഏ ഇതിന് അതെല്ലാം കണക്കല്ലേ ഇവിടുന്ന് നിങ്ങൾക്ക് അങ്ങനെയല്ല, ഒരു സ്ഥലത്ത് നിന്നുള്ളത് അതിനുള്ള കാശ് കൊടുത്തു കഴിഞ്ഞാൽ വേറൊരു സ്ഥലത്ത് പോയി കഴിഞ്ഞാല് അങ്ങനെ എപ്പോഴും കുറേ പ്രാവശ്യമൊന്നും പറ്റൂലല്ലോ കളിക്ക്. അങ്ങനെയല്ല ഉണ്ടോ? അങ്ങനെയുണ്ട്. ഒരു പ്രാവശ്യം പറ്റില്ല പറഞ്ഞാല് കുറേ പ്രാവശ്യം എന്ന് പറഞ്ഞാൽ ഒരു പ്രാവശ്യത്തിനുള്ള റേറ്റ് ആണ് ഞാനിപ്പോ പറയാം. അപ്പൊ അല്ല ഇത് സ്ഥലം അങ്ങനെ ദിവസത്തേക്ക് നോക്കിട്ട് നമുക്ക് ഇഷ്ടംപോലെ ഉപയോഗിക്കാലോ. അയ്യോ, നിങ്ങൾ ഒരു ദിവസം എന്ന് പറഞ്ഞാല് ഒരു ദിവസം നിങ്ങൾ എത്ര പ്രാവശ്യവും കളിക്കുമെന്ന് അറിയില്ലല്ലോ. കളിച്ച് കുളിക്കാൻ അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ പഞ്ചായത്ത് വരും. വെറും കളി മാത്രമല്ല, ആ 3 ദിവസം കോയമ്പത്തൂർ മൊത്തം ഒന്ന് കറങ്ങി ഉല്ലസിച്ച് വരാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അതിന്റെ കൂടെ മനസ്സിലായല്ലോ, ഇതും കൂടി ആകുമ്പോ നമ്മളെ സന്തോഷങ്ങളൊക്കെ കംപ്ലീറ്റ് ആവും. എന്നാ ഫോട്ടോസ് അയക്ക്, എന്നിട്ട് ഞാൻ വരുന്ന കസ്റ്റഡി. നിങ്ങളെ ഫോട്ടോസ് ഇങ്ങോട്ട് അയക്കണം, മറന്നു പോരാ. ഇല്ല.